സൂര്യനെക്കുറിച്ച് പഠിക്കണമെന്ന് ചിന്തിക്കുമ്പോഴൊക്കെ കൃത്രിമ സൂര്യഗ്രഹണം ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ? അത്തരത്തിലൊരു ബഹിരാകാശ പദ്ധതിയാണ് നമ്മുടെ ISRO വിജയകരമായി പൂർത്തീകരിച്ചത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോവ 3 വിക്ഷേപണമാണ് വിജയകരമായത്. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. 3, 2, 1, 0. ഒക്യുൽറ്റർ, കൊറോണഗ്രാഫ് എന്നീ ഉപഗ്രഹങ്ങളാണ് ISROയുടെ PSLV ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. സൗര പര്യവേക്ഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളെ ഒരേ സമയം ISRO വിക്ഷേപിച്ചത്. സൂര്യൻ്റെ ഏറ്റവും ചൂടേറിയവും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെപ്പറ്റിയുള്ള പഠനം ലക്ഷ്യമാക്കിയുള്ളതാണ് പ്രോവ 3 ദൗത്യം. ISROയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോവ 3 ദൗത്യം നയിക്കുന്നത്. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കാനും ഇതുവഴി സൂര്യൻ്റെ കൊറോണ പാളികളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനുമാണ് ദൗത്യം ലക്ഷ്യമിടുന്നത്. കൊറോണയെക്കുറിച്ച് പഠിക്കാൻ ഉചിതമായ സമയം സൂര്യഗ്രഹണ സമയമാണ്. അതിനാലാണ് 2 പേടകങ്ങൾ കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് പഠനം നടത്തുന്നത്.